സുമാമ എവിടെന്ന് പുതുവസ്ത്രം ധരിക്കുകയാ, തന്റെ കൈകാലുകൾ കഴുകുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് സുമാമ തിരിച്ചു വരികയാ. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ ഞാൻ മുസ്ലിമാകുന്നു നബിയേ, ഞാൻ മുസ്ലിമാകുന്നു നബിയേ. എന്തൊരു സ്നേഹമാ നബിയേ, എന്തൊരു അനുസരണയാണ് നബിയേ, എന്തൊരു ഒത്തൊരുമയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അങ്ങയുടെയും അനുചരന്മാരുടെയും ഈ സ്വഭാവം കണ്ടിട്ട് ഞാനിനി നന്നായില്ലെങ്കിൽ എന്ന് നന്നാകാനാ. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, ഈ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഞാൻ നന്നാകുന്നില്ലെങ്കിൽ ഇനി When you have the perfect response in your head but your fingers just can't keep up. We've all been there. Typing, deleting, retyping. Now I use Whisperflow. I just think out loud and it creates perfect format. വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ, എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ്. എനിക്ക് മദീനയോട് വെറുപ്പാട്, എനിക്ക് മദീനയോട് വെറുപ്പാട്. അങ്ങ് താമസിക്കുന്ന നാടിനോട് എനിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് മദീനയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ, ഭീമാ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. നിന്റെ ജീവിതം കണ്ടിട്ട് വേണം മറ്റുള്ളവര് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാൻ. അതിനൊരു കാരണമാകണം ചെറുപ്പക്കാരാ, നീ കഅബയെ പോലെയാകണം. നിന്റെ കൂടെ നടക്കാൻ, നിന്റെ കൂടെ സഞ്ചരിക്കാൻ, നിന്റെ കൂടെ നിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരണം സഹോദരാ. അങ്ങനെ ഒരു സാഹചര്യം വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മാറണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ യഥാർത്ഥ മുഅ്മിനാകണം. പേര് കൊണ്ട് മാത്രം മുസ്ലിമായാ പോരാ. സിറാജ് എന്ന് പേര് വെച്ചാൽ മാത്രം മുസ്ലിമാകില്ല. താടിയുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിമാകില്ല. തൊപ്പിയിട്ടെന്ന് പറഞ്ഞ് മുസ്ലിമാവില്ല. ജീവിതം കൊണ്ട് നീ മുസ്ലിമായി മാറ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എല്ലാവരും ചോദിക്കുന്നു, ഉസ്താദേ ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഇവരെ എങ്ങനെയാണ് നന്നാക്കുന്നത്, ഇവര് എന്ത് പറഞ്ഞാണ് നന്നാക്കുന്നത്? ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് മതിമറന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ലടാ. കളിച്ചും ചിരിച്ചും അടിച്ചു പൊളിച്ചും നടക്കുമ്പോ സമയം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാലിൽ കിടക്കുന്ന ചെരിപ്പിലൊന്ന് നോക്കണേ. ഒരുപാട് ചിരിച്ചും കളിച്ചും ഈ മക്കാമിന്റെ പരിസരത്തുകൂടെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ഇടയ്ക്കിടയ്ക്ക് കാലിലൊന്ന് നോക്കണേ, ഇടയ്ക്കിടയ്ക്ക് കാലിലൊന്ന് നോക്കണേ. എന്തിനാണ് കുല്ലും സബ്ബഹും ഫീ അഖിലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. എന്തിനാണ് നോക്കാൻ പറയുന്നതെന്നറിയോ? എടാ, കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെ നടക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. സർവ സ്വപ്നങ്ങളും പോകുമടാ. എല്ലാ പ്രതീക്ഷകളും തകർത്ത് തരിപ്പണമാക്കി അതാ കാബുൽ അർവാഹു മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ഏത് നിമിഷമാണ് ഇറങ്ങി വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഈ പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഖുർആനിന് ചില കാര്യങ്ങൾ പറയാനുണ്ടോ? ഒരല്പസമയമാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ചോദിക്കുന്നതെന്നറിയോ? ഞാനും നിങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ, പരിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ മോനെ, ആ ഖുർആൻ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കാൻ മനസ്സുണ്ടാകണം ചെറുപ്പക്കാരാ. എന്റെ പുതിയ തലമുറയോട് പറയുകയാണ്, നന്നാകാൻ ഇനി ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരോട്, മക്കളെ ഒരു നിമിഷം അല്ലാഹുവിന്റെ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കടാ ചെറുപ്പക്കാരാ. പെങ്ങളെ കേക്കു, പെങ്ങള്, ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നീ ഒന്ന് കേൾക്കടോ. ഒരല്പനേരം അല്ലാഹുവിന്റെ കലാമിന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാൻ നീ തയ്യാറാകൂ. അത് കേട്ടാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ജീവിതം കാണുമ്പോ വാപ്പ ചോദിക്കണം, ഉസ്താദെ ഇതിനൊക്കെ ഇനി എങ്ങനെ നന്നാക്കാനാ, ഇവരൊക്കെ ഇനി എങ്ങനെ നന്നാകും പടച്ചവനെ. അള്ളാഹു നമ്മുടെ യുവത്വത്തെ എല്ലാരും അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഇവിടെ നന്നാകാനുള്ള ഇവിടെ ഖുർആൻ ഉണ്ടല്ലോ, അള്ളാഹിന്റെ പരിശുദ്ധമായ കലാമ്. ആ ഖുർആനിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് അനുസരിക്കുന്നതും അനുസരിക്കാത്തതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഒരാൾ പറയുന്നത് കേൾക്കണമല്ലോ. ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കുണ്ടാകണം. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. സിറാജിന് പറയാനുള്ളതല്ല, സിറാജിന് പറയാനുള്ളതല്ല, അള്ളാന്റെ ഖുർആനിന് നിങ്ങളോട് 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഖുർആൻ. ആ കാര്യത്തിൽ ഒരെണ്ണം കേട്ടിട്ട് നമുക്ക് പോയേക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4 ഒന്നും കേൾക്കണ്ട, ഒരേ ഒരു കാര്യം കേട്ടിട്ട് നമുക്ക് ദുആ ചെയ്ത് പോയേക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കേൾക്കല്ലേ, ഒരു കാര്യം കേട്ടാ മതി. ഖുർആനിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്ക്. അള്ളാന്റെ കലാമല്ലേ മക്കളെ, പൊതുവില്ലാതെ തൊടാൻ പാടില്ലല്ലോ, അത് ബഹുമാനിക്കേണ്ട സാധനമല്ലേ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. അല്ലാഹു പറയാ, ഈ ഖുർആൻ എങ്ങാണ് ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഖുർആൻ ഇറങ്ങുന്നത് കാരണം പേടിച്ചിട്ട് ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. നമ്മൾ വീടിന്റെ അലമാരിയുടെ മുകളിൽ ഇട്ടേക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത് ഭയം, എന്ത് ഭയം, എന്ത് പേടി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, മക്കളെ ഖുർആനാടായത്. ഇത് ആരെങ്കിലും എഴുതിയ പുസ്തകമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? മോനെ, ഇത് ഖുർആനാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ കലാമാടാ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇത് ഖുർആനാണെന്നുള്ള ബോധം നിനക്ക് വേണം മോനെ. ഒരുപാട് വെറുതെ പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ഉമ്മമാര് പറയും, ഉസ്താദേ ഞാൻ ആഴ്ചയിൽ ഖത്തം തീർക്കും, മാസത്തിൽ ഖത്തം തീർക്കും. എന്തിനാ പെങ്ങള് അങ്ങനെ വെറുതെ വായിച്ചു തീർക്കാനുള്ള ഒരു പുസ്തകമല്ല ഖുർആൻ. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആ ഖുർആനിനെ നീ ബഹുമാനിക്കാൻ പഠിക്കണം. ആ ഖുർആനിനെ നീ ആദരിക്കാൻ പഠിക്കണം. ആ ഖുർആനിനെ കുറിച്ച് നീ മനസ്സിലാക്കൂ. ആ ഖുർആനിനെ മനസ്സിലായാ പടച്ചവനെ, ഏത് മനുഷ്യനും നന്നാകുമടോ, ഏത് വൃത്തികെട്ടവനും നന്നാകുമടോ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ടല്ലേ എത്രയോ കൊലകൊമ്മന്മാര് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത്. പടച്ചവനെ, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എല്ലാവരും എഴുതിത്തള്ളിയ മോശമായി ജീവിതം നയിച്ച എത്രയോ പേര് വാഴ കേട്ടിട്ടല്ല നന്നായത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നന്നായില്ലേ? പടച്ചവനെ, നമ്മളെ മദീനത്ത് പോകുമല്ലോ, ആ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കിടക്കുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ ആരായിരുന്നെന്നറിയുമോ ചെറുപ്പക്കാരാ? ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയുമോ മോനെ? ഒരു
കാലമുണ്ടായിരുന്നടാ ഉമറിനൊരു കാലമുണ്ടായിരുന്ന ചെറുപ്പക്കാരാ. ഉമറിനെ കുറിച്ച് അതാ ഉമറിന്റെ അയൽവാസിയോട് ഒരു മനുഷ്യനോടി വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഉമറിന്റെ അയൽവാസിയോട് ചെന്ന് പറയുമ്പോ അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. എന്റെ വീടിന്റെ മുമ്പില് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. വിശ്വസിക്കാനാ തയ്യാറാണ്. എന്നാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല, വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം ഉമറിന്റെ ജീവിതം അങ്ങനെയാണ്. ആ ഉമറാണ് കഅബയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ശപഥം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് ഊരിപ്പിടിച്ച വാളുമായി ഖത്താബിന്റെ മകൻ പോവുകയാണ്. ഉമർ പോകുമ്പോഴാണ് വഴിയിൽ വെച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുന്നു, ഉമറെ എങ്ങോട്ട് പോവുകയാ? പുതിയ മതവുമായി വന്ന മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാ. പടച്ചവനെ, അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദിനെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം പെങ്ങളെ പോയി നന്നാക്കടാ. നിന്റെ കൂടപ്പിറപ്പ് മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ഉമറിന് സഹിക്കാൻ കഴിഞ്ഞില്ല, നാണക്കേടായിടോ. സ്വന്തം സഹോദരി മതം മാറിയിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ കൂടപ്പിറപ്പിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഭർത്താവും ഭാര്യയും ഖുർആൻ പാരായണം ചെയ്യുകയാ. അവിടെ നിന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി തന്റെ കൂടപ്പിറപ്പിനെ തല്ലിച്ചതയ്ക്കുകയാണ്. അല്ലാഹുവേ, ഫാത്തിമയുടെ വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. തന്റെ കണ്ണിന്റെ മുമ്പിൽ കൂടപ്പറപ്പിരുന്ന രക്തത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന് കരയുന്നത് കണ്ടപ്പോ കുബറദാ ഉമറിന്റെ മനസ്സൊന്ന് പിടയുകയാണ്. ഒന്നുമില്ലെങ്കിലും കൂടപ്പറപ്പാണല്ലോ. ഉമർ ശാന്തനാവുകയാണ്. ഉമർ ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തോ പാടുന്നത് കേട്ടു ഫാത്തിമ. അതെനിക്കൊന്ന് പാടിത്തരുമോ ഫാത്തിമ? ഫാത്തിമ പറയുകയാ, ഞാൻ പാട്ടല്ല പാടിയത്, ഞാൻ അല്ലാഹുവിന്റെ കലാമൂതിയതാ, ഞാൻ ഖുർആൻ പാരായണം ചെയ്തതാ. ഉമർ ചോദിക്കുന്നു, എന്റെ കയ്യിലൊന്ന് തരുമോ? പോയി ശുദ്ധിയായിട്ട് വരാൻ. ഖത്താബിന്റെ മകൻ ഉമർ പോയി അതാ ശുദ്ധിയായിട്ട് കിടന്നു വന്നപ്പോ ആ കാട്ടാളനായ ഉമറിന്റെ മുമ്പിൽ ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പ് ഓതി കൊടുക്കുകയാ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായത്തിൽ 3-4 ആയത്തുകൾ അങ്ങ് ഓതിക്കൊടുത്തു കഴിഞ്ഞപ്പോ ഉമറിന്റെ ഹൃദയമങ്ങ് പിടയുകയാ. അല്ലാഹുവിന്റെ കലാം കേട്ടപ്പോ, ഖുർആൻ കേട്ടപ്പോ നബി മുത്തുനബിയെ കൊല്ലാൻ പോയ ഉമറിന്റെ ധൈര്യമൊക്കെ പോയടോ. ഉമറതാ ഇറങ്ങുകയാണ്. വാള് പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് വരുമ്പോ സ്വഹാബത്തിന് പേടിയാടോ. വരുന്നത് ഉമറാടോ. ഉമർ വരുന്നെന്ന് കേട്ടപ്പോ എല്ലാവരും പേടിച്ചു വിറയ്ക്കുകയാണ്. അങ്ങനെ ഉമറങ്ങനെ മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നപ്പോ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഹംസ തങ്ങളെ തടയുകയാണ്. ഉമറിനോട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാൻ വന്നതാണോ? നബി തങ്ങളുടെ മുമ്പിൽ കയറിയിട്ട് നിനക്ക് ജീവനോടെ പോകാം? അല്ലാഹുവിന്റെ റസൂലിനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ലടാ ഉമറ്, ജീവനോടെ പോകില്ലടാ ഉമറ്. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് തടയുന്നത്. ഒരാള് പോലും ഉമറിന്റെ നേരെ നിൽക്കാൻ ധൈര്യമില്ല. ആ ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് ഹംസ തങ്ങളെ പറയുകയാ, നീ ജീവനോടെ ഇവിടെ നിന്ന് മടങ്ങി പോകില്ല. ഉമർ തങ്ങൾ ഭാവിയിൽ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടി? പടച്ചവനെ, നീ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി എന്ന് ഉമർ തങ്ങൾ തന്നെ പിൽക്കാലത്ത് പറയുകയാണ്. ആ ഉമർ തങ്ങളാണ് മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് ശഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായത്. പടച്ചവനെ, ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വന്നതാ ചെറുപ്പക്കാരാ. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ഉമർ
പടച്ചവനെ അവിടുന്ന് നന്നായത് ഖുർആൻ കേട്ടട്ടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തേടാ നിനക്ക് മാറ്റം വരാത്തത്? ഞാനും നിങ്ങളും ഒരുപാട് ഖുർആൻ കേട്ടവരല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോശമായ ജീവിതം നയിച്ച എത്രയോ പേര് കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്നടാ. പടച്ചവരെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്ന ചെറുപ്പക്കാരനാരെന്ന് പടച്ചവനെ അള്ളാന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നല്ലോ. അല്ലാ, ഫുളൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. മോനെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാടാ. ഏതൊരു പെണ്ണിനെയും ഫുളൈലിനൊരു ഹോബി ഉണ്ടായിരുന്നടാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. ഏത് പെണ്ണിനെയും വളയ്ക്കുന്നവനാണ് ഫുളൈല്. അല്ലാഹുവേ, കൂട്ടുകാർ മുഴുവനും ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ പുറകെ നടക്കുകയാ. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും ആ പെണ്ണിനെ വളയ്ക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല് നീ വല്ലാത്ത ധൈര്യശാലിയാണല്ലോ, ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ. നീ ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ ഞങ്ങള് കാണിക്കുന്ന പെണ്ണിനെയൊന്ന് വളയ്ക്കടാ. ഫുളൈലിനെ പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. സുന്ദരിയായ പെണ്ണ് ഫുളൈല് പുറകിൽ നടക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞു നോക്കിയിട്ടും ആ പെണ്ണ് മൈൻഡ് ചെയ്യുന്നില്ല. പടച്ചവനെ, ഫുളൈലിന് നാണക്കേടായി, ഫുളൈലിന് നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ പരാജയപ്പെടുത്തണം. അങ്ങനെ ആരാരുമില്ലാത്ത സമയത്ത് ഫുളൈല് വലിയാളെന്ന് പറയുന്ന ചെറുപ്പക്കാർ ആരുമില്ലാത്ത സമയത്ത് പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറുകയാ. ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നീ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം. ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ചെയ്യൂല. ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ഞാനതിന് തയ്യാറല്ല. ഫുളൈലിന് ദേഷ്യമായി ബലാത്സംഗം ചെയ്യുകയാണ്. അവിടെ നിന്ന് റേപ്പ് ചെയ്യാൻ പോവുകയാണ്. ആ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്. അവസാനം ആ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടി, അവളെ റേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് തയ്യാറെടുക്കുമ്പോ പെണ്ണ് നിലവിളിക്കുകയാ. ഒരുപാട് കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും ആ ചെറുപ്പക്കാരൻ പരിഗണിക്കുന്നില്ല. അവസാനം അല്പനേരം കഴിഞ്ഞപ്പോ പെണ്ണിന്റെ നിലവിളി മാറുകയാ. രക്ഷപ്പെടാനുള്ള പിടിച്ചുമാറ്റമൊക്കെ മാറുകയാ. പെണ്ണ് ശാന്തമായിരിക്കുകയാ. ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കുകയാ. ഫുളൈല് ചോദിച്ചു, പെണ്ണെ സമ്മതിച്ചതാണോ? നീ നിലവിളിക്കുന്നില്ലല്ലോ, രക്ഷപ്പെടാൻ നോക്കുന്നില്ലല്ലോ, എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണല്ലോ, സമ്മതിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ ആ ഫുളൈലിനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, ഫുളൈലിനോട് ആ പെണ്ണ് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാ. പരിസരത്തുള്ള ഒരു വീടിന്റെ അകത്തിരുന്നിട്ട് ഒരു മാതാവ് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിൽ എവിടെയോ ഒരു ഉമ്മ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാ. ആയത്ത് കേട്ടപ്പോ, ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ ആ പെണ്ണിന്റെ കൺതടങ്ങൾ നിറയുകയാ. അല്ലാഹുവേ, തന്നെ വ്യഭിചരിക്കാൻ വന്നിരിക്കുന്ന ചെറുപ്പക്കാരനോട് ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേടാ? അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരുപാട് ആസ്വദിച്ചില്ലേ? ഒരുപാട് അടിച്ചു പൊളിച്ചില്ലേ? ഒരുപാട് സുഖിച്ചില്ലേടാ ഫുളൈലേ? വയസ്സു കുറെ ആയില്ലേടാ ഫുളൈലേ? എന്തേടാ നന്നാകാത്തത്? എന്തേ നന്നാ? Did you know that the
ആസ്വദിച്ചില്ല, അടിച്ചു പൊളിച്ചില്ല, ജീവിതത്തിന്റെ എല്ലാം നീ സാധിച്ചു കഴിഞ്ഞില്ല. ഇനി എന്ത് നിനക്ക് നന്നാകാൻ പറ്റാത്തത്? പ്രായം ചെന്നിട്ട് പോലും വാപ്പാ മുടി നരച്ചില്ലേ ഉപ്പ, രോഗങ്ങളായില്ലേ ഉപ്പ, കൂടെ പഠിച്ച കൂടപ്പറപ്പും കൂടെ പഠിച്ചവരും ഈ കാണുന്ന പള്ളിയുടെ കബർസാലിൽ കൊണ്ടുവച്ചവനല്ലേ നീ. നിനക്ക് 40 കഴിഞ്ഞില്ല, 50 കഴിഞ്ഞില്ല, 60 കഴിഞ്ഞില്ല. എന്തേ വാപ്പാ നീ നന്നാകാത്തത്? ഏത് മനുഷ്യനും 40 വയസ്സ് കഴിഞ്ഞാ നന്നാകുമല്ലോ, 40 കഴിഞ്ഞാ നന്നാകുമല്ലോ. എന്തേ ഉമ്മ നന്നാകാത്തത്? എത്ര മയ്യത്ത് കണ്ടുമ്മ, എത്ര മയ്യത്ത് കണ്ടുമ്മ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് പോലും നീ കണ്ടവളല്ലേ ഉമ്മ. നിന്റെ കൂടപ്പറപ്പ് പോയില്ലേ? എല്ലപ്പമാരോട് ചോദിക്കട്ടെ, എത്രയോ പേരുടെ ജനാസ ഭീമാ പള്ളിയുടെ കബർസാനിൽ ഇറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിപണ്ണ് വാരിയിട്ടവനല്ലേ പടച്ചവനെ കുമ്മന ഉസ്താദ്, അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദന്മാര് ജനാസ കൊണ്ടുവച്ചപ്പോഴും ഉസ്താദന്മാരെ മരണത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നതല്ലേ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്, ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്. ഈ ഉസ്താദന്മാര് മുഴുവനും പറഞ്ഞു തന്നിട്ട് പോലും എന്തേ നന്നാകാത്തത്? എന്തേ നന്നാകാത്തത്? ഖബർ കണ്ടാ നന്നാകുമടോ? മുത്തുനബിയുടെ മുമ്പിൽ, മഹാനായ നബിതങ്ങളുടെ മുമ്പിൽ സഹാബി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ. എടാ കള്ളുകുടി മാറണോ? കഞ്ചാവടിക്കുന്നത് മാറണോ? വ്യഭിചരിക്കുന്നത് മാറണോ? ഏത് ദുശീലവും മാറണോ? 5 നയാ പൈസയുടെ ചെലവില്ലടാ ചെറുപ്പക്കാരാ. ഏത് ദുശീലം വേണമെങ്കിലും മാറ്. നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ? അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം നബിയേ, വല്ലാത്ത മടി തോന്നുന്നു നബിയേ. ആരാ ചോദിക്കുന്നതെന്നറിയോ? അബൂദൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു സാധാരണ ചെറുപ്പക്കാരനല്ല. ആരാ അബൂദർ എന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ആരാണെന്നറിയോ? ഒരിക്കൽ നബിതങ്ങളും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അബൂദർ നടന്നു പോവുകയാ, നബിതങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോവുകയാ. അബൂദർ ചിന്തിക്കുന്നു, അല്ലാഹ്, നബിതങ്ങൾ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇടയിൽ കയറി സലാം പറയണ്ട, ശല്യമായാലോ, നബിതങ്ങൾക്ക് ശല്യമായാലോ. അബൂദർ മിണ്ടാതെ നടന്നു പോകുമ്പോ ജിബ്രീൽ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ നബിയേ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. നബിതങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ജിബ്രീലേ, അബൂദറിനെ നിനക്കറിയാമോ? അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനോട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ അബൂദറിനെ നിനക്കറിയുമോ? എന്റെ അബൂദറിനെ നിനക്ക് പരിചയമുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്? അപ്പോഴാണ് ജിബ്രീൽ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്അ അശ്റഫിൽ അർളി. ഭൂമിയിലെ ജനങ്ങൾക്കറിയില്ലെങ്കിലും, ഈ മദീനക്കാർക്കറിയില്ലെങ്കിലും, ആകാശ ലോകത്തുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. VVIP ആണ് നബിയേ, VVIP ആണ് നബിയേ. ഈ അബൂദറാണ് നബിതങ്ങളോട് ചോദിക്കുന്നത്, നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ യാ റസൂലല്ലാഹ്. മുത്തുനബിയുടെ മറുപടി ഈ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നന്നാകണോ വാപ്പാ, നന്നാകണോ വാപ്പാ. മക്കളെ, ഇവിടത്തെ പള്ളി
പള്ളിപ്പറമ്പിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? അതാ ഭീമാ പള്ളിയിലെ ചെറുപ്പക്കാര് പറയും, എനിക്ക് വല്ലാത്ത ചങ്കൂറ്റമാ സിറാജേ, ഏത് പാതിരാത്രി വേണമെങ്കിലും ഞാൻ ഏത് സ്ഥലത്തു കൂടെയും ഒറ്റയ്ക്ക് നടന്നു പോകാൻ ധൈര്യമുള്ളവരാ. എനിക്ക് യക്ഷിയെ പേടിയില്ല, എനിക്ക് ഒരുത്തരെയും പേടിയില്ല. ഏത് പാതിരാത്രിയും